ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, എന്നെ നിയന്ത്രിക്കാൻ വരരുത്, എന്നെ ഭരിക്കാൻ വരരുത് എന്നൊക്കെ പറയത്തില്ലേ? അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നതെന്നറിയോ? ഡോണ്ട് ട്രൈ ടു ക്യൂൻ ഓവർ മീ. ഇത് ഇംഗ്ലീഷിലൊരു ഇഡിയമാണ്. ഇഡിയംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയിലെ ഒരു പ്രത്യേക പദപ്രയോഗമാണ്. അതിലെ വാക്കുകൾക്ക് നേരിട്ടുള്ള അർത്ഥമില്ല, എന്നാൽ ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക അർത്ഥം നൽകും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തബന്ധം മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ശക്തമാണ് എന്നാണ്. ബ്രേക്ക് ദി ഐസ്, ഇത് മറ്റൊരു ഇഡിയമാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ആൻഡ് മേക്ക് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ. മടുപ്പും നിശബ്ദതയും ഒക്കെ മാറ്റി ഒരു സംവാദം അല്ലെങ്കിൽ ഒരു സംസാരം ആരംഭിക്കുന്നതിനാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ടോൾഡ് എ ഫണ്ണി സ്റ്റോറി ടു ബ്രേക്ക് ദ ഐസ് അറ്റ് ദ മീറ്റിംഗ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, അതായത് സംതിങ് ദാറ്റ് സീംസ് ബാഡ് അറ്റ് ഫസ്റ്റ് ബട്ട് ടേൺ ഔട്ട് ടു ബി ഗുഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണുമ്പോൾ അത് ദോഷമാണെന്ന് തോന്നിയാലും പിന്നെ ഗുണമായിട്ട് തീർന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലൂസിങ് ദാറ്റ് ജോബ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ജോലി പോയത് ഒടുവിൽ നന്നായിപ്പോയി. ആ ജോലിയിൽ തുടർന്നിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ എന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.